നമ്മൾ കഴിഞ്ഞ ദിവസം ലൈൻ ശരിയാക്കുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് മെസ്സേജുകളും കോളുകളൊക്കെ വന്നിരുന്നു. അപ്പോൾ പലർക്കും പല വിധത്തിലുള്ള സംശയങ്ങളായിരുന്നു. അപ്പോൾ ആ സംശയങ്ങളൊക്കെ മാറ്റുന്ന ഒരു വീഡിയോ ആക്കാം ഇന്നത്തെ വീഡിയോ എന്ന് കരുതിയിട്ടാണ്. പ്രധാനമായിട്ടും എല്ലാവരും ചോദിക്കുന്ന സംശയം, എത്ര ലൈൻ വരെ നമുക്ക് കളയാൻ പറ്റും, എത്ര ടൈം എടുക്കും, റിസ്കിലാണോ ചെയ്യുക, അതുപോലെ തന്നെ കൊണ്ടുവന്ന അപ്പം തന്നെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് ഏതൊക്കെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും, ഏത് കംപ്ലൈൻ്റ് ആണ് ചെയ്യാൻ പറ്റുക, അപ്ഡേഷൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പറ്റുമോ, ഫിസിക്കൽ കൊണ്ട് വരുന്നത് പറ്റുമോ, വാട്ടർ ഡാമേജ് കൊണ്ട് വരുന്നത് പറ്റുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും പ്രധാനമായിട്ട് ചോദിക്കുന്നത്, ഒരുപാട് ലൈൻസ് ഉണ്ട്. സാംസങ്ങിന് ഒരു മോഡൽ പറഞ്ഞിട്ട് അതിൽ ഒരുപാട് ലൈൻസ് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്, നമുക്കൊരു 2 ലൈന് അല്ലെങ്കിൽ മാക്സിമം ഒരു 3 ലൈനൊക്കെയാണ് നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുക. റിപ്പയർ ചെയ്യാൻ പറ്റുകയെന്നല്ല, റിപ്പയർ ചെയ്തിട്ട് കാര്യമുള്ളൂ. അതിനപ്പുറത്തേക്ക് ലൈൻ വരുന്നത് അതിനർത്ഥം അത് വീണ്ടും ലൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പല ഡിസ്പ്ലേകളും നമ്മളിവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പലതിലും ഭയങ്കര ഡാമേജ് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞൊരു മാസമാണ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്ത ലൈനുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങനെ ബാണായി നിൽക്കുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കാണിച്ചിരുന്നു എങ്ങനെയാണ് ഒരു ലൈൻ ഉണ്ടാവുക എന്നുള്ളത്. കണക്ഷൻ ലൈന് ബാണാവുന്നതാണ്. അപ്പോൾ ആ ബാണാവുന്ന പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല പിന്നതിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്യുമ്പോഴായിരിക്കും അതുമെന്ന് ആ പ്രിൻ്റ് അടർന്നു പോവുക. അപ്പോൾ പുതിയ ലൈനിൻ്റെ ചെറിയൊരു തുടക്കം അവിടെ വരും. പിന്നീട് അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ലൈൻ വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഒരു ലൈനൊക്കെ ആയിട്ട് ഒരു മാസം സ്റ്റില്ലായിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു ലൈനാണ്. S22, 23 ഒക്കെ ഡിവൈസുകളിൽ ചിലപ്പോൾ മിഡിലൊരു ലൈനായിരിക്കും. ആ ലൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും. കാരണം അവിടെ തൊട്ടടുത്തൊന്നും വേറെ ലൈനുകൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. നേരെ മറിച്ച് കുറച്ച് പഴക്കം ചെയ്യുന്ന മോഡൽസിൽ S21 FE, S20 FE, 22 FE അങ്ങനെയുള്ള മോഡൽസിലൊക്കെ നമുക്ക് ലൈൻസ് ചിലപ്പോൾ മൾട്ടിപ്ലേഷൻ ഉണ്ടാവാറുണ്ട്. മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസസ് അതിൽ കൂടുതലുള്ള ഒരു മോഡലാണ് ഈ മോഡൽസ്. Note 20 Ultra ഇതൊക്കെ പലപ്പോഴും ഒരുപാട് ലൈൻസ് നമുക്ക് കാണുമ്പോൾ ഒരു ലൈനോ 2 ലൈനോ കാണുള്ളൂ. പക്ഷേ അതിനകത്തുള്ള അടുത്തുപുറത്തുള്ള ഒരുപാട് കണക്ഷൻസ് ബാണായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിങ്ങനെ പറഞ്ഞ പോലെ പിന്നെ നന്നായി വീണ്ടും യൂസ് ചെയ്തിട്ടാണ് ഈ സാധനം ഒരുക്കി പോകുമ്പോഴാണ് അവിടെ ലൈൻ സംഭവിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലൈനിൻ്റെ എണ്ണം ഒരു മാക്സിമം ഒരു 3 ലൈനാണ്. അതും നല്ല പഴക്കം ചെയ്യുന്ന ലൈൻ, ഒരു 2 മാസം 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ പഴക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. അതല്ല പെട്ടെന്ന് ഇന്നലെ വന്ന ലൈനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാഴ്ച കൂടിയും കാത്ത് നിൽക്കുക, ഇനിയൊരു പുതിയൊരു ലൈൻ പൊട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. രണ്ടാമത്തത്, പിന്നെ ഏതൊക്കെ മോഡൽസിനാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. സാംസങ്ങിൻ്റെ S സീരീസ് നമുക്ക്, ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു 10,000 രൂപയ്ക്ക് മുകളിലുള്ള ഡിസ്പ്ലേക്കാണ് നമുക്ക് ചെയ്താൽ നിങ്ങൾക്കും കൂടി ബെനിഫിറ്റ് ഉള്ളൂ. നമുക്ക് എന്തായാലും ഒരു 4,000, 5,000 രൂപ നമുക്കിവിടെ നമ്മളുടെ സർവീസ് ചാർജ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരും, വാങ്ങേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി ഫോൺ അഴിച്ചതിന് ശേഷം ഡിസ്പ്ലേ ഫ്രെയിം ഔട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ എഡിജൊക്കെ നമുക്കറിയാം അത്യാവശ്യം ടൈം എടുക്കും ഡിസ്പ്ലേ ഫ്രെയിം ഔട്ട് ചെയ്തെടുക്കാൻ. ഫ്രെയിം ഔട്ട് ചെയ്തതിന് ശേഷം അതിൽ സ്ട്രിപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഷീൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെൻസോ കണക്ക് കൂട്ടിയിട്ടാണ് നമ്മളൊരു സാധനത്തിൻ്റെ റിപ്പയറിങ്ങിൻ്റെ ഒരു കോസ്റ്റ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോസ്റ്റ് നിങ്ങൾക്ക് പിന്നെ എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നിങ്ങളൊരു 15 രൂപയുടെ 10 രൂപയുടെ മുകളിലുള്ള ഡിസ്പ്ലേസ് ഒക്കെ ചെയ്താലാണ് നിങ്ങൾക്കും നമുക്കത് ബെനിഫിറ്റ് ആവുള്ളൂ. പിന്നെ അപ്പോൾ അങ്ങനത്തെ മോഡൽസ്, അപ്പോൾ S സീരീസ്, നോട്ട് സീരീസ് ഒക്കെ കുറച്ച് പ്രശ്നമാണ്. എന്നാലും നോട്ട് സീരീസ് അല്ലെങ്കിൽ S സീരീസ് ആണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഐഫോണിലാണെങ്കിൽ കുഴപ്പമില്ല. ഐഫോണിൽ മിക്കവാറും അപ്ഡേഷൻ കൊണ്ടുള്ള ലൈൻസ് എന്ന് പറഞ്ഞാൽ സംഭവം ഇല്ല. പിന്നെ വരുന്ന ലൈൻസൊക്കെ ഫിസിക്കൽ ഡാമേജ് ആണ്. നിങ്ങൾക്ക് മുന്നെപ്പോഴെങ്കിലും വീണ ഒരു ഭാഗത്തൊക്കെ ആവും പിന്നീട് ലൈൻ വരിക. അതുപോലെ അല്ലെങ്കിൽ ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ കൊടുത്ത സമയത്ത് നിങ്ങൾക്ക് ലൈൻ വന്നതായിരിക്കും. അങ്ങനെയുള്ള ലൈൻസൊക്കെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും, 100% റിപ്പയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് കുറച്ച് മോഡൽസ് OnePlus 80, 9R അതുപോലെ അങ്ങനെ കുറച്ച് മോഡൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, റിപ്പയർ ചെയ്യാൻ പറ്റും. ഓപ്പോ വിവോ മോഡൽസ് കുറച്ച്, റെഡ്മി 12 Pro, 13 Pro സീരീസും ഒക്കെ പലരും വിളിച്ചു ചോദിക്കാറുണ്ട്. നമ്മളുടെ മെഷീനിൽ അതിൻ്റെ അപ്ഡേറ്റ് ഇല്ല, മെഷീനിൽ അത് സപ്പോർട്ട് ചെയ്യണില്ല. പക്ഷേ നമുക്കത് നിങ്ങൾ ഒരു 1 ഡേ ടൈം തരാണെങ്കിൽ നമുക്കത് എവിടെയാണ് കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു, നമുക്ക് നമ്മളുടെ സോഫ്റ്റ്വെയർ അനുസരിച്ചാണ് നമുക്ക് ബാണായ ലൈന് നമുക്ക് കാണാൻ കഴിയുന്നത്. അതനുസരിച്ചാണ് നമ്മൾ അപ്പുറം വെച്ചിട്ട് നമ്മൾ ആ ലൈൻ മെഷർമെൻറ്റ് ചെയ്തിട്ട് ലൈൻ കണ്ടെത്തുന്നത്. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പം സാധിക്കും. നേരെ മറിച്ച് പക്ഷേ റെഡ്മിക്ക് നമുക്ക് ആപ്പിൽ സപ്പോർട്ടില്ല.
അപ്പോൾ അതൊരു പ്രശ്നമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, ഈ സാധനം ഞങ്ങൾ എടുക്കുക 100% കസ്റ്റമർ റിസ്കിലാണ്. കാരണം നിങ്ങൾ എന്തായാലും ഇത് ഡിസ്പ്ലേ മാറാൻ വേണ്ടി നിയത്ത് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അതിലൊരു ഓപ്ഷൻ മാത്രമാണ് ഈ ലൈൻ കളയാന്നുള്ളത്. ചിലപ്പോൾ ഈ ലൈൻ കളയണ ഇടക്ക് ചിലപ്പോൾ ഈ ലൈൻ ചിലപ്പോൾ മൾട്ടിപ്പിൾ ആവാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ബ്ലാങ്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ സാധനം കംപ്ലീറ്റ് റിമൂവ് ചെയ്തെടുക്കണം. റിമൂവ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ടാസ്കുകൾ ഓവർകം ചെയ്തിട്ട് വേണം നമുക്കിതൊന്ന് ലൈൻ ചെയ്തെടുക്കാൻ. അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് ടാസ്ക് ഉണ്ട്. ഞങ്ങൾ എല്ലാവരോടും പറയും, റിസ്ക് പറയും. ആ റിസ്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രം നമ്മൾ ഈ സാധനം നമ്മളും വാങ്ങി വയ്ക്കുള്ളൂ, അത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് വാങ്ങി വെച്ചതിന് ശേഷം നമ്മൾ ടൈമും പറയും. ആ ടൈമും ആ പ്രൈസും ആ റിസ്ക്കും എല്ലാതും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വർക്കേ ഞങ്ങൾ എടുക്കാറുള്ളൂ. ഞങ്ങളെന്നല്ല, ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ പുതുതായി ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ അവരും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള വെറുതെ ഒരു ചെറിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ പ്രഷർ എടുക്കേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും അഴിക്കുന്ന സമയത്ത് പലതും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ നിങ്ങളോട് പറയാണ്, റിസ്ക് ഉണ്ട്. നിങ്ങളുടെ ഓൺ റിസ്കിലേ നമ്മൾ ആ സാധനം അഴിക്കുള്ളൂ, ഏറ്റെടുക്കുള്ളൂ, അഴിച്ച് ചെയ്ത് തരുള്ളൂ. അതിനിടയ്ക്ക് ചിലപ്പോൾ നിങ്ങൾ തരുമ്പോൾ ചിലപ്പോൾ ഒരു ലൈനായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതുള്ള കണക്ഷൻ പോയിട്ട് അത് ചിലപ്പോൾ 2 ലൈനാവും, ചിലപ്പോൾ 5 ലൈനാവും, ചിലപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ചിലപ്പോൾ 2 ലൈനാവും. അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അപ്പോൾ ആ സംഭവം നേരത്തെ കുട്ടി പറയാണ്, ആ റിസ്കിലാണ് ഞങ്ങളത് എടുക്കുക. അപ്പോൾ ചില സാധനങ്ങൾ നമുക്ക് ഗ്ലാസ് അഴിച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ വരിക. അപ്പോൾ ആ ഗ്ലാസ് അഴിക്കുന്ന സമയത്തും അതിനുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. കൃത്യമായിട്ട് ഈ വീഡിയോ നന്നായിട്ട് കണ്ട് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കും എളുപ്പമാണ്, നിങ്ങൾക്ക് എളുപ്പമാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് നന്ദി.